കളിസ്ഥലങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടുകുടുംബം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ അണു കുടുംബത്തിലേക്ക് ചെറിയ ചെറിയ കുടുംബത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് അച്ഛനോ അമ്മയോ ഉണ്ടാവും, അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ച് കുട്ടികൾ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അച്ഛനമ്മ അവിടെ ഉണ്ടാവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇവർ ഈ വർക്കെല്ലാം കഴിഞ്ഞ് ഫുൾ ക്ഷീണിച്ച് വരുന്ന സമയത്ത് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്ന സമയം കുറവായിരിക്കും. പിന്നെ പഠിക്കുന്ന കാര്യത്തിലോട്ടായിരിക്കും. അതെ അതെ, ആ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പല കുട്ടികൾക്കും അമ്മമാര് തന്നെ, പാരന്റ്സ് തന്നെ ചിലപ്പം മൊബൈൽ കൊടുത്തിട്ട്, ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് വീട്ടിലുള്ള ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അവര് ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷേ ആ മാനസിക വളർച്ച കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാനസികമായി വളരേണ്ട സമയം കുട്ടിക്കാലമാണ്. ആ ഒരു സമയത്ത് ഈ മൊബൈലുകളിൽ കൊടുക്കുകയും അതിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും, ഈ മൊബൈല് ശരിക്കും ഒരുപാട് നല്ല ഉപയോഗങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ദൂഷ്യ ഫലങ്ങൾ ഇതിലുണ്ട്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ കുട്ടിക്കാലം അല്ല ഇപ്പോഴത്തെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യുവതി യുവാക്കളിൽ തന്നെ ഒരുപാട് പേര് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നെല്ലാം മാറി നമുക്കൊരു വീട്ടിലൊരു അലങ്കാര മത്സ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പെറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മനസ്സ് മാറി ഈ മൈൻഡ് സെറ്റ് എല്ലാം മാറി. ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരാൾ പോലും ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയിരുന്ന മനസ്സ് മൊത്തം റിലാക്സ് ആണ്.